ഇതൊരു കിടുക്കാച്ചി ഐറ്റം കേട്ടോ. നമ്മുടെ കാന്താരി കൊണ്ട് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാന്താരി പ്രത്യേകിച്ച് മലയാളികൾക്ക് മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു ഐറ്റം കൂടാണ്. സംഗതി ചെറുതാണെങ്കിലും അറിയാലോ അതിൻ്റെ എഫക്റ്റ്. കാന്താരി കൊണ്ട് ബീഫ് ഉണ്ടാക്കുകയാണ്, കാന്താരി ബീഫ്. നമുക്ക് നേരെ പാചകത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പാചകത്തിലേക്ക് കിടക്കുകയാണ്. ഇത് നമ്മുടെ റൂബി അരീനയിലെ മെയിൻ ഷെഫ് നമ്മുടെ വിമലാണ്. ഇപ്പോൾ നമ്മളെ സഹായിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകുട്ടി എത്തിയിട്ടുണ്ട്. ശ്രീകുട്ടി തുടങ്ങുമല്ലോ. അപ്പൊ നമുക്ക് കാന്താരി കൊണ്ട് ബീഫ് ഉണ്ടാക്കി നമുക്ക് പ്രേക്ഷകർക്ക് കാണിക്കാം അല്ലയോ? കഴിച്ചിട്ടുണ്ടോ കാന്താരി ബീഫ്? ചിക്കൻ കഴിച്ചിട്ടുണ്ട്. കാന്താരി ബീഫ് കഴിക്കാം. അപ്പൊ ഉണ്ടാക്കി നമുക്ക് കഴിച്ച് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പറയാം. അപ്പൊ വിമലേ തുടങ്ങുമല്ലേ? അപ്പൊ എന്തുകൊണ്ട് വിശേഷമൊക്കെ? സുഖം. തുടങ്ങുമല്ലേ? ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മുടെ ചേരുവകൾ, ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാല് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? ബേസിക്കലി കാന്താരി തന്നെയാണ്. കാന്താരിയാണ്. കാന്താരി ഇല്ലാത്ത കാന്താരി ബീഫ് ഇല്ലല്ലോ. ഫെനൽ സീഡ്, റെഡ് ചില്ലി, കറി ലീഫ്, ജിഞ്ചർ, ഗാർലിക്, കാന്താരി, ഷാലറ്റ്സ്. ടെൻഷൻ അടിക്കണ്ട, പതുക്കെ പറഞ്ഞാൽ മതി. ഇല്ലല്ല, അത് മീറ്റ് മസാല, ഗരം മസാല. മനസ്സിലായത് മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ തുടങ്ങാം. ഓക്കെ, അടുത്ത് നമ്മള് കത്തിക്കണ്ടേ? പിടിച്ചോ, കത്തിക്കട്ടെ. അപ്പൊ എന്തായാലും ശ്രീകുട്ടി, നമ്മൾ ഇന്ന് ഈ ബീഫ് കാന്താരി വെച്ച് നമ്മൾ ഇന്ന് ബീഫ് ഉണ്ടാക്കി കഴിക്കാൻ പോവാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. കാന്താരിയൊക്കെ നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാധനമാണെങ്കിലും ഈ കാന്താരി ചിക്കൻ കഴിച്ചിട്ടില്ല. അപ്പൊ വിമൽ ഇതിൽ വളരെ എക്സ്പെർട്ട് അല്ലേ? ഇവിടെ നമ്മുടെ ഈ റൂബിയിൽ വന്നിട്ട് എത്ര നാളായി? 4 മാസമായി അല്ലേ? ആലപ്പുഴയാണ് സ്വദേശം. നീ കുറച്ച് അശ്മിത കളിക്കാം അല്ലയോ? എന്തെങ്കിലും ഷെഫിനോട് ചോദിക്കണല്ലോ? ചോദിച്ചോ? ആകാംക്ഷ ഒന്നും ചോദിക്കാല്ലോ, എല്ലാം മറന്നുപോയോ? എന്നാലും നിങ്ങൾ ചോദിക്കണോ? ഒന്നുമില്ല. അപ്പൊ നമുക്ക് ചൂടായി വരുന്നുണ്ടല്ലോ, താനൊക്കെ ചൂടായി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് കിട്ടെ. ഇവര് പാട്ടൊക്കെ പാടുക കേട്ടോ? ഗായകനാണ്. അങ്ങനെ പാട്ടൊക്കെ പാടി നമുക്ക് വേണമെങ്കിൽ ഒരു നമ്മുടെ റൂബിയിലെ F&B മാനേജർ ആയിരിക്കും പറഞ്ഞത്. സ്നേഹമുണ്ടല്ലേ? അഗാധമായ സ്നേഹം അതല്ലയോ? അതുകൊണ്ട് പറഞ്ഞാ പാട്ടൊന്നും പാടത്തില്ല. പ്രത്യേകിച്ച് ആലപ്പുഴക്കാരൊക്കെ നല്ല വഞ്ചിപ്പാട്ടൊക്കെ പാടുന്ന ആൾക്കാരാണ്. പാടുന്നവരുണ്ട്, കൂട്ടുകാരന്മാരുണ്ട്, പക്ഷെ ഞാൻ പാടാറുണ്ട്. വഞ്ചിക്കത്ത് കയറിയില്ലേ പാടും? ആദ്യമേ തന്നെ മുൻകൂർ ജാമ്യം എന്നെ ചതിക്കല്ലേ, ഞാൻ പാടത്തില്ല എന്ന് പറഞ്ഞില്ലയോ? കുഴപ്പമില്ല, നല്ലൊരു മൂളിപ്പാട്ടൊക്കെ പാടാം ഇടയ്ക്കൊക്കെ. ഇല്ല, നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. പാട്ടൊന്നുമില്ല, പാചകം മാത്രം. കാന്താരി കൊണ്ട് കാന്താരി ബീഫ്. കാന്താരി ബീഫിലേക്ക് കിടക്കാം. ചൂടായിട്ടുണ്ട്, കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. ഓക്കെ, കുറച്ച് എടുത്തു തരുന്ന സാധനങ്ങളൊക്കെ. അപ്പൊ ഈ ആലപ്പുഴക്കാരെന്ന് പറഞ്ഞൊരു കാര്യമില്ല. അപ്പൊ ആലപ്പുഴ വഞ്ചിപ്പാട്ട് പോലും അറിയാം, ചുമ്മാ പറയുന്നേ കേട്ടോ. അതിന് പാടിയാൽ ഈ സംഗതി പോയി എന്ന് പറഞ്ഞ ആൾക്കാരെന്തെങ്കിലും പറയുന്നത് മേടിച്ചിട്ടില്ല ആയിരിക്കും. ആണോ? അങ്ങനെ ഒരിക്കലും മോഹമില്ല. ഇനി ജീരകം വേണം അല്ലേ? കുറച്ച് വേണോ? കുറച്ച് മതി. ഇത്രയും മതി. എടുത്തേ. ഇനി എന്താ വേണ്ടേ? പച്ചമുളക്. ഇതൊക്കെ എടുത്തു. നമ്മുടെ കൈ വെറുതെ ഇട്ടിട്ട് മുഖത്താണ്. കറിവേപ്പില. കറിവേപ്പില. ശ്രീകുട്ടി എങ്ങനെ വീട്ടിൽ പാചകമൊക്കെ ചെയ്യുമോ? പാചകം ചെയ്യണം, മടിയാണ്, പക്ഷെ ചെയ്തേ പറ്റൂ. അപ്പൊ നമ്മുടെ ഈ വിമലിന്റെ അടുത്ത് വന്നാൽ വിമൽ നന്നായിട്ട് പാചകം ചെയ്ത് പഠിപ്പിക്കും. എന്നെ പഠിപ്പിക്കാന്ന് പറഞ്ഞേക്കുക. നമ്മൾ ഈ ഗുരുദക്ഷിണ വെച്ച് ഈ ശിഷ്യത്വം സ്വീകരിക്കാം. അതിനെന്തുകൊണ്ട്? ഗാർലിക് ഒരുപാട് വേണോ? 1 സ്പൂൺ. നിങ്ങളെ ഇതെല്ലാം ഈ ഓരോ സ്പൂൺ പറയുന്നതിനാ? 1 സ്പൂൺ അത് മതിയില്ലേ? അത് ഒരു കറക്റ്റ് അളവായിരിക്കും. തീർച്ചയായിട്ടും. കണ്ടോ, ശ്രീകുട്ടി കറക്റ്റ് ചോദിക്കും. ഇഞ്ചി എടുത്തോ? അതാ ഗാർലിക് കഴിഞ്ഞ ഇഞ്ചി എന്നുള്ളൊരു കണക്കുണ്ട്. കാന്താരി ഇത്രയും മതി. കാന്താരി പോർഷൻ ഇപ്പം നമ്മൾ ഒരൊറ്റൊരു പോർഷൻ ആണല്ലോ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ബേസ് ചെയ്തിട്ട് അല്ലെ ഓവർ സ്പൈസി ആയിട്ട് കാന്താരി ഓൾറെഡി നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഷാലറ്റ്സ് ചേർത്തിടുക. ഉള്ളി കുറച്ച് കൂടുതൽ വേണ്ടി വരുമല്ലേ? കുറച്ച് ഷാലറ്റ്സ് ചേർത്തിടുക. ഒന്ന് സോട്ടാകുന്നു. കുറച്ച് ഭയങ്കരമായി കേട്ടോ. ഒരുപാട്. ഈ വിമല് നിങ്ങളുടെ നാട്ടിൽ പോയിട്ടേ, നാട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ പ്രത്യേകിച്ച് നല്ല മനോഹരമായ പ്രദേശമാണല്ലേ? ഈ ഇങ്ങനെ പുറത്തൊക്കെ വെച്ച് കൂട്ടുകാരൊപ്പം ചേർന്നിട്ട് പാചകം ചെയ്യാറുണ്ട് കൂട്ടുകാരന്മാരുമായിട്ട്. അതൊരു ഭയങ്കര. ശ്രീകുട്ടി അങ്ങനെ പുറത്ത് ഇങ്ങനെ വെച്ച് പാചകം ചെയ്ത് കഴിച്ചിട്ടുണ്ടോ? ഇങ്ങനെ കഴിച്ചിട്ടില്ല. ഭയങ്കര ആഗ്രഹമല്ലേ? സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കഴിച്ച് എൻജോയ് ചെയ്ത് കഴിച്ചതിന്റെ കാര്യങ്ങളൊക്കെ. ഇത് നമുക്ക് റൂബി ഇതിന്റെ റൂബിയുടെ
അടുത്തൊരു എപ്പിസോഡ് നമുക്ക് ഇദ്ദേഹത്തിന്റെ നാട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്താലും പുറത്ത് വെച്ചിട്ട് അതെ, ആലപ്പുഴ അല്ലേ? ആലപ്പുഴ വെച്ചിട്ട് ആലപ്പുഴ ബേസ് ചെയ്ത് ചെയ്യാം. ചെയ്യല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ഒരു എപ്പിസോഡ് നമ്മൾ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നടക്കുന്ന പാചകം ചെയ്യുന്ന സമയത്ത് വെള്ളമൊക്കെ പോകും, പാട്ട് വഞ്ചിപ്പാട്ട്. അന്ന് നമ്മള് പള്ളാത്തുരുത്തി വെച്ച് ചെയ്യാം. പള്ളാത്തുരുത്തി ചെയ്യാം. അപ്പം പള്ളാത്തുരുത്തിയുടെ സ്വന്തം പുത്രനാണ് നമുക്ക് നമ്മുടെ മെയിൻ ഷെഫായിട്ട് റൂബിയിൽ ഉള്ളത്. മെയിൻ ഷെഫാണ്. അതിരിക്കട്ടെ ശ്രീകുട്ടി, നമ്മുടെ ഈ ഷെഫിനോട് എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? ഇല്ല, എന്താണ് ഈ പാചകത്തിനോട് ഇത്ര ഒരു സ്നേഹം ഇഷ്ടമൊക്കെ തോന്നാനുള്ള ഒരു കാരണം? എന്തോ ഇഷ്ടമാണ് നേരത്തെ മുതലേ. അങ്ങനല്ല, ബേസിക്കലി നമ്മള് ഒരു +2 പീരീഡ് കഴിഞ്ഞതിന് ശേഷം വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കാനായിട്ട് നമുക്ക് തോന്നിയില്ല. കുക്കിംഗ് നമ്മുടെ ഒരു കുഞ്ഞിലെ മുതലേ ഈ നാട്ടിൽ പാചകക്കാർ വരാൻ വെച്ചാൽ നമ്മള് അവരുടെ കൂടെ പോയി സഹായിച്ചുകൊണ്ടായിരിക്കാം നമ്മൾ ആ ഒരു തോന്നി. പിന്നെ അത് ബേസിക്കലി ട്രെയിനിങ് പീരീഡ് കോമി തേർഡ് ആ ഒരു ബേസ് നല്ല കഷ്ടപ്പാടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഒരു പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഈ ഫീൽഡിൽ നിന്ന് പോകത്തില്ല. ട്രെയിനിങ് പീരീഡ് ആണ്. എവിടെയാണ് പഠിച്ചതൊക്കെ? ഞാൻ പാരമുണ്ട് ആലപ്പുഴ. ഈ ആലപ്പുഴയുടേതായ എന്തെങ്കിലും തനത് വിഭവങ്ങൾ എന്തെങ്കിലും കാണത്തില്ലയോ? മാത്രമുണ്ട്. ഇപ്പൊ ഞങ്ങൾ കൊല്ലത്ത് എന്ന് പറഞ്ഞാൽ കൊല്ലത്തിന്റെ കരിമീൻ എന്നൊക്കെ പറയുന്ന പോലെ, കൊല്ലത്തിന്റെ കശുവണ്ടി എന്ന് പറയുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും കാണും. ആലപ്പുഴയില് ബേസിക്കലി ഷാപ്പാണ്. രണ്ടാമത്തെ താറാവ്. ഷാപ്പിലെ കറികളാണ്. താറാവ് മസ്റ്റ് ട്രൈ. ഷാപ്പിലെ താറാവ് മപ്പാസ് മസ്റ്റ് ട്രൈ ആണ്. അത് ഇവിടെ നമ്മുടെ റൂബിൽ താറാവിന്റെ താറാവ് മപ്പാസ് ആണ് കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നതും ആലപ്പുഴക്കാരനാണെന്ന് പറയുമ്പോഴേ താറാവ് മപ്പാസ് ചെയ്യാൻ പറയും. ഈ താറാവിന്റെ വേറെ സാറി, നമ്മളിപ്പോ ആലപ്പുഴയൊക്കെ പോയി താറാവ് വാങ്ങിക്കാൻ പോയില്ല. നമ്മൾ വിചാരിച്ച എല്ലാ തൊലിയൊക്കെ ഉരി തരുവാണ്. ഇവര് ഇതിലേക്ക് ഇട്ട് തീയിലിട്ട് അതിന്റെ എല്ലാം കഴിഞ്ഞിട്ട് അവര് തന്നെ കട്ട് ചെയ്ത് സെറ്റാക്കി കഴുകിയാ തരുന്നത്. പിന്നെ കൊണ്ടുവന്ന് കറി വെച്ചാൽ മാത്രം മതി അല്ലയോ? അപ്പൊ എന്തായി? അതാണ് ആലപ്പുഴക്കാരൻ. നമ്മള് മസാല ടർമറിക് പൗഡർ ചേർത്ത് കൊടുക്കാം. എന്തൊക്കെയാ വേണ്ടേ? മഞ്ഞൾപ്പൊടി വളരെ കുറച്ച്. കാന്താരി ആയ കാരണം ആ ഒരു കളർ കോഡ് കയറാതിരിക്കാൻ വേണ്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ അടുത്ത് കുറച്ച് മീറ്റ് മസാല. പിന്നെ അടുത്ത് എന്താ വേണ്ടേ? എല്ലാം കുറച്ച് മതി അല്ലേ? പപ്പ ചെറിയ സ്പാനർ എന്ന് പറയുന്നില്ലേ? എല്ലാം കുറേശ്ശെ. ഇത് നമ്മളൊന്ന് സോട്ടായിട്ട് ഗ്രീൻ മസാല, കാന്താരി മസാല ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്തിട്ടില്ല? ഇല്ല, മുളക് പൊടി. ഇത് ആക്ച്വലി ഗ്രീൻ മസാല. ഗ്രീൻ മസാല എന്ന് മുളക് പൊടി ചേർക്കാൻ നേരം നമ്മൾ ആ ഒരു കളർ ടച്ച് മാറും. മദറിന്റെ എപ്പോഴും പറയും പാചകം ഒരു ആർട്ടാണെന്ന് പറയും. ഭയങ്കര സംഭവം. നമ്മളെ ഈ നളപാചകം ഒന്നല്ലേ പറയുന്നത്. നമ്മള് വിചാരിക്കുന്നതല്ല. നമ്മളൊരു ഓരത്ത് ഫുഡ് കഴിക്കാൻ പോയി കൊള്ളത്തിൽ നമ്മളെന്ന് പറയും അല്ലേ? പക്ഷെ നല്ല ഫുഡാ വെച്ച് തരുന്നെങ്കിലും അതാ. നമ്മളിപ്പം എല്ലാ കളറും ചേർത്ത് ഈ ചിത്രം വരയ്ക്കുന്ന പോലെ ഇതെല്ലാം ചേർത്ത് കൂട്ടി ഒരു നല്ല, ശരിക്കും പറഞ്ഞാൽ നല്ല കല തന്നെയാണ്. പിന്നെ തീർച്ചയായിട്ടും അതില് പാചകക്കാരെ നമ്മൾ സമ്മതിച്ചേ പറ്റും. ഏറ്റവും നല്ല പാചകക്കാരനാണോ പാചകക്കാരിയാണോ ഏറ്റവും നല്ലത്? ഞാൻ പാചകക്കാരിന്നേ പറയുള്ളൂ. അതെനിക്കൊരു സ്ത്രീകളോട് ഒരു കുറച്ച് സ്നേഹം കൂടുതലാണെന്ന് പറയാം. തീർച്ചയായും. വേറെ കാര്യമുണ്ട്. വീട്ടിലേ ഉള്ളു ഈ സദ്യ കല്യാണത്തിന്റെ സദ്യക്ക് പോയ ആണുങ്ങളായിരിക്കും പാചകം ചെയ്യുന്നത്. കലോത്സവം വന്ന ആണുങ്ങളായിരിക്കും പാചകം ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ട് നല്ല പാചകക്കാരാണുങ്ങൾ തന്നെ. വീട്ടിൽ ഏറ്റവും നല്ല പാചകം ചെയ്യുന്നത് സ്ത്രീകളാണ്. അല്ല, നമ്മൾ പറയുന്നില്ല അമ്മമാരാണ് നല്ല പാചകക്കാര്. പക്ഷെ ഈ അച്ഛന്മാരുടെ കേരളുണ്ടല്ലേ എല്ലാം പുറത്തേ ആടും. അപ്പൊ നമുക്ക് രണ്ടുപേരും നല്ല പാചകക്കാരാണെന്ന് പറയാൻ പറ്റത്തില്ല. ഏറ്റവും നല്ല പാചകക്കാരാണുങ്ങളാണ് ഞാൻ പറയും അല്ലയോ? അപ്പൊ നമ്മൾ ഷഫു എന്ന് പറയാനും പറ്റില്ല. കാരണം നമ്മളെ അതായത് പാചകം മീൻസ് നമ്മളിപ്പോ ജോലി എന്ന ഇതിനുപരിയായിട്ട് നമ്മളെ കുഞ്ഞിലേ മുതലേ ഒരേ ഒരു കൺസിസ്റ്റൻസിയിൽ നോക്കുന്നത് അമ്മയാണ്. അമ്മ തീർച്ചയായിട്ടും ബേസിക്കലി രണ്ടുപേരും ചെയ്യുന്നതാണ്, ആണുങ്ങളാണ്. പക്ഷെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഒരേ ദിവസം കറക്റ്റ് സ്കൂൾ ടൈമിന് പൊതിച്ചോറ് തന്നു വിടുന്ന ആ സംഭവം ചെയ്യുന്നത് ഒരു സ്ട്രഗ്ലിംഗ് തന്നെയാണ്. അന്നേരം നമ്മള്
രണ്ടുപേരെ മാറ്റി രണ്ടുപേരും തുല്യരാണ്. പുറത്തുപോയി പാവം അച്ഛനും ഒക്കെ അധ്വാനിക്കുന്ന അധ്വാനം ഒന്നും അല്ലല്ലോ അവരല്ലേ. ഒന്നുമല്ല അല്ല, പാചകം അങ്ങനല്ല, ഇവർ രണ്ടുപേരും 1:1. ഞാൻ പറയുന്ന ഏറ്റവും നല്ല പാചകക്കാരൻ ആണുങ്ങൾ തന്നെയാന്ന് ഞാൻ പറയും. മേ ബി നമ്മളെ ഈ കുട്ടി കൊച്ചുനാളിലെ ഒരിക്കലും സമ്മതിക്കത്തില്ല. വീട്ടിൽ അമ്മ ചോറ് എടുത്തില്ല. അത് ശരിയാണ്. കുഞ്ഞിലെ അമ്മ ഇങ്ങനെ പൊതിച്ചോറ് കെട്ടി ഇലയിൽ വാട്ടി ചോറും കറികളൊക്കെ വെച്ച് പൊതിഞ്ഞ് തരുന്ന ആ ഒരു രുചി ഇങ്ങനെ കഴിച്ച് ശീലിച്ചോണ്ടായിരിക്കും അല്ല, അച്ഛനും തന്നെ കൊടുത്തു വിടുന്നേ അച്ഛനും. ശരിയാണ്. ജോലിക്ക് പോകുമ്പോ ഇതിന്റെ പച്ചമണം മാറി പച്ചവണ്ണം മാറി. നമുക്ക് ഇനി നമുക്ക് പാചകത്തിന് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫിന് ഇപ്പൊ നമ്മുടെ ബീഫ് എല്ലാം ഇവിടെ ഇപ്പൊ നമ്മളിതില് ബീഫ് അതിലേക്ക് അറിയാൻ പോലെ. ഓക്കെ, എനിക്ക് പിന്നെ തട്ടിയേക്കാം. ഇത് ശരിക്കേ നമ്മള് ബീഫ് ഇത് ഇങ്ങനെ ചെയ്ത് ഇത് നമ്മൾ ബോയിൽ ചെയ്ത് അത് പറ കേക്കട്ടെ, അവിടെ പ്രേക്ഷകർ കേക്കട്ടെ. ഫുള്ളായിട്ട് ബോയിൽ ചെയ്ത് വെച്ച് എന്തൊക്കെ മസാലകൾ ചെയ്തിട്ടുണ്ട്? ജിഞ്ചർ ഗാർലിക് സോൾട്ട്. ആ ഒരു മാരിനേഷനിൽ നമ്മൾ കുറച്ച് ഗരം മസാല ഇട്ടിട്ട് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫാണ്. ഹാഫ് ബോയിൽ ആണോ? അല്ല, ഫുൾ ബോയില് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്ര മതിയോ? ബാക്കിയുടെ വേസ്റ്റ് ആവത്തില്ലയോ? ഇവിടെ കിട്ടാറേ ടേസ്റ്റ് ഇല്ല. മതി. ആ ഒരു ഇതിനാണ് നമ്മൾ ആ ഗ്രേവി ചെയ്തിരിക്കുന്നത്. ഓ, അത് ശരി. നമ്മൾ ഇതിനകത്ത് വെള്ളമൊക്കെ ചേർക്കും. ഇതൊന്ന് മിക്സായി അതുമായി ഒന്ന് മിക്സ് ആയതിനു ശേഷം കുട്ടി വീട്ടില് അമ്മയെ സഹായിക്കാനൊക്കെ കയറി അവിടെ കയറി സഹായിക്കാറൊക്കെ ഉണ്ടോ? തേങ്ങ തിരുന്ന സമയം സഹായിക്കാറ്. സത്യം തേങ്ങയൊക്കെ വാരി തിന്ന് അല്ലേ? അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ കുറച്ച് പരീക്ഷണങ്ങൾ ചെയ്യുന്നുണ്ട്. അതെ, അവരുടെ അവസ്ഥ ഭയങ്കരമായിരിക്കും. വലിയ കുഴപ്പമില്ലാതെ തോന്നുന്നു. അതല്ലയോ? ഏറ്റവും ഇഷ്ടമുള്ള കറി ഏതാ കഴിക്കാൻ ഇഷ്ടം? എനിക്ക് ഞണ്ട് കറി വലിയ ഇഷ്ടമാണ്. ക്രാബിന്റെ ഗീ റോസ്റ്റ് നല്ല ഇഷ്ടമാണ്. കഴിക്കാനല്ല, കറി വെക്കുന്ന കറി വെക്കാനും. ചുമ്മാ തള്ളു കേട്ടോ. സത്യം പറ, ഏറ്റവും ഇഷ്ടം ക്രാബിന്റെ കറിയാണ്. ഈ സീ ഫുഡുകളെല്ലാം ഇഷ്ടം. മീൻകറി, നല്ല തേങ്ങ അരച്ച് വെച്ച മീൻകറി, തലേ ദിവസത്തെ മീൻകറി ഇങ്ങനെ ചട്ടിയിലാക്കി ചൂടാക്കി കൊതിപ്പിക്കാതെ വെള്ളം ആഡ് ചെയ്യാം. വെള്ളം അത് പിന്നെ പറയാം. മീൻകറി ഇത് പറയാം. വെള്ളം ആഡ് ചെയ്യാം. ഈ മീൻകറിയെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല മീൻകറി കോട്ടയം സ്റ്റൈലിലല്ലേ? ഭയങ്കര ടേസ്റ്റാണ്. നല്ല വറ്റിച്ച് മുളകിട്ട മീൻകറി അവരെല്ലാം ഈ നമ്മുടെ മൺചട്ടിയിലാണ് വെക്കുന്നത്. ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കും. നല്ല കപ്പയുടെ കൂടെ ഒക്കെ ഇത് ഒരു പ്രത്യേകത. അതുകൊണ്ടോ ഇവിടെ നമ്മുടെ പാചകക്കാരൻ നമ്മൾ പാചകം പഠിക്കുന്ന സമയത്ത് അതെല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുവാണ്. തിളക്കട്ടെ. ഇത് എത്ര സമയം എടുക്കും തിളക്കാനെ കൊണ്ട്? 5 മിനിറ്റ്. അപ്പൊ നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് തിളക്കണം. ഒന്ന് തിളക്കട്ടെ പറ്റുന്നു. അപ്പൊ ശ്രീകുട്ടി നമ്മൾ പറഞ്ഞതാണ്ട് തിളക്കാൻ പറഞ്ഞു. 5 മിനിറ്റ് ആയി. 5 മിനിറ്റോട് തിളച്ചോണ്ടിരിക്കുക. എന്തിനാ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞാലേ? എന്തിനാ വേണ്ടി തിളക്കുന്ന ബീഫ്. എന്തായി? ഏകദേശം ഒരു 90% റെഡി ആയിട്ടുണ്ട്. നമുക്ക് തിളച്ച് വന്നതിലേക്ക് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യണം അല്ലേ? തിളച്ച് ഇനി ചേർക്കുന്ന സമയമായോ? അതുപോലെ ഈ ബീഫ് നന്നായി ഈ കോട്ടയം ബീഫിന്റെ കുറെ റെസിപ്പീസ് അവരുടെ ഇടിയിറച്ചിയൊക്കെ എനിക്ക് ഇടിയിറച്ചി ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടല്ലേ? ഇടിയിറച്ചി റൂബിയുടെ സ്പെഷ്യലായിട്ട് നമ്മൾ ടുഡേ സ്പെഷ്യൽ നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ? അതിരിക്കട്ടെ, ഈ റൂബിയിൽ എന്തൊക്കെയാ വേറെ സ്പെഷ്യൽ ഉള്ളത് ഐറ്റംസ്? അതുകൊണ്ട് പറഞ്ഞില്ലേ? അതായത് ടാമറിൻ തവ ഫ്രൈ ഉണ്ട്. അതായത് ടാമറിന്റെ ബേസ് സോസ് വെച്ചിട്ടുള്ള ചിക്കൻ തവ ഫ്രൈ ഉണ്ട്. ഇടിയിറച്ചി ഉണ്ട്. ചീസി പ്രോൺസ് ഉണ്ട്. ചീസി ബീഫ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട്. അതിപ്പം ആക്ച്വലി റെസ്റ്റോ ബാർ ഓപ്പൺ ചെയ്യാൻ പോകല്ലേ? ഗംഭീര ഒരു 2 months റെസ്റ്റോ ബാർ ഹോപ്പ്ഫുള്ളി ഒരു 2 monthsനകത്ത് ഓപ്പൺ ആവും. ഫൈനൽ വർക്കിലാണ്. ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ലാസ്റ്റിലുള്ള കുറച്ച് വർക്ക് കൂടെ കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്രാൻഡ് ലോഞ്ച്, അടിച്ചു പൊളിച്ചൊരു ഗ്രാൻഡ് ലോഞ്ച്. ഒരു ഗംഭീര മെനു ആണ്. അതായത് നമ്മള് ഈ ബേസ് ട്രിവാൻഡ്രം കിട്ടാത്ത രീതിയിലുള്ള ക്വൈറ്റ് ഒരു ലോങ് ടൈം എടുത്തിട്ട് നമ്മൾ ക്യൂറേറ്റ് ചെയ്ത് അനന്തപുരിക്ക് പുതിയ ടേസ്റ്റ് കൊടുക്കാണ്. കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു 9 ഡിഷസിന്റെ ലോഞ്ച് കഴിഞ്ഞ വർഷം അവസാനമൊക്കെ ആയപ്പോൾ ചൈനീസ് കുറച്ച് കുസൈൻസ് കൂടെ ആഡ് ചെയ്തിട്ട് ഞങ്ങളൊരു 9 യുണീക് ഡിഷസിന്റെ ലോഞ്ച് ചെയ്തിരുന്നു. ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സെലിബ്രിറ്റീസ്, യൂട്യൂബേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അവരൊരു ഭയങ്കര ഒരു ഫെസ്റ്റിവൽ നടത്തി. അതെ. അപ്പൊ ഞങ്ങൾ വി ആർ എക്സ്പെക്ടിങ് കുറച്ചുകൂടെ ലാർജർ ഒരു ക്രൗഡ് ഒക്കെ ആയിട്ട് നല്ലൊരു ലോഞ്ച് ഇവിടെ ചെയ്യാം. നമുക്ക് അതിനു വേണ്ടി ഒരു എത്ര മാസം? ഒരു 2 monthsനകത്ത് ഓണസമ്മാനമായി ഒരു പക്ഷേ നമ്മള്
അനന്തപുരിക്ക് പുതിയ ടേസ്റ്റ് അവിടെ കൊടുക്കുന്നത് റൂബി തീർച്ചയായിട്ടും. അല്ലേ? ആ അപ്പൊ ഏകദേശം ഇതിനൊന്ന് സോൾട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യാം. പിന്നെന്താ, ശ്രീകുട്ടി കൂടെ കൊടുത്തോ? കാരണം ആ ഉപ്പൊക്കെ അതിൻ്റെയോ ഉണ്ട്. ഇതൊന്ന് കുറുകി വരിക. ഇതൊന്ന് കുറുകണമല്ലയോ? കറി ഈ കുറുകലിന്റെ കാര്യമുള്ളൂ. ഇനി എന്ത് എത്ര വേണം? ഇത് എങ്കിലും നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബേസ് വരാൻ നേരത്തെ ആ ഒരു തേങ്ങാപ്പാൽ വരാൻ നേരത്തെ ആ ഒരു ക്രീമി ടേസ്റ്റ് വരും. ആ ഒരു ടേസ്റ്റ് എൻ്റെ ഡിഫറെൻ്റ് ആണ്. നമ്മളിപ്പം ചൈനീസ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ വേറൊരു ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നതാണോ അല്ല. സൗത്ത് ഇന്ത്യയിൽ തേങ്ങാപ്പാൽ വരാൻ നേരത്തെ അതിൻ്റെ നമുക്ക് തേങ്ങാപ്പാലില്ലാത്ത എന്തില്ല ആഘോഷമില്ല. വേറൊരു ഫ്ലേവർ അത് കൊണ്ടുവരും. തീർച്ചയായിട്ടും. അതുപോലെ ഈ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കുമ്പോഴും അതും വേറൊരു ടേസ്റ്റാണ്. അപ്പൊ ഇത് എത്ര സമയം എടുക്കും ഇതൊന്ന്? ഒരു 5 മിനിറ്റ്. അപ്പൊ ഒരു 5 മിനിറ്റ് അല്ലയോ ശ്രീകുട്ടി? നമുക്കൊരു എടുക്കും ഒന്ന് കുറുകി വരാൻ. എന്തായാലും അവിടെ ഒന്ന് കുറുകട്ടെ. അപ്പൊ ശ്രീകുട്ടി നമ്മളൊന്ന് വറ്റാൻ വെച്ച് ഇതൊരു ഒന്നാന്തരം വറ്റായി പോയില്ലയോ അല്ലേ? കുറുകി കുറുകി നല്ല രീതിയിൽ നല്ലൊരു ഞങ്ങൾ വറ്റിച്ചെടുക്കുമെന്ന് പറയും, നിങ്ങൾ കുറുകി എന്ന് പറയല്ലോ. രണ്ടും ഒന്നല്ല. നല്ലൊരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. തിക്കുള്ള സെമി ഗ്രേവി അല്ല, അതിനെക്കാട്ടിയും കുറച്ചും കൂടെ തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ഗ്രേവി വേണമെങ്കിൽ ആക്കിയും ചെയ്യാം. ഗ്രേവി വേണമെങ്കിൽ ആക്കാം. ഇതിപ്പം കസ്റ്റമർ എന്താണ് എന്തിന്റെ കൂടെയാണ് നമ്മൾ കൂടുതലും ഇത്? പൊറോട്ടയാണ് ബേസ്. അപ്പത്തിന്റെ കൂടെ എനിക്ക് കുറച്ചുകൂടെ നല്ല അപ്പമാണ്. ഗ്രീൻ മസാല ആയതുകൊണ്ട് തന്നെ താറാം മപ്പാസ് പോലെ തന്നെ അപ്പത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്നില്ലേ? അപ്പം ഏകദേശം റെഡിയായോ? ഫിനിഷിംഗിലായിട്ട് വരികയാണ്. അവസാന ഘട്ട മിനിക്കൂടിയിലേക്ക് ജീരകത്തിന്റെ പൊടി എല്ലാം കുറച്ച് ലേശം ചുമ്മാ ഒരു മേമ്പടിക്കല്ലേ? അപ്പൊ എന്നുമല്ല ഞങ്ങൾ രണ്ടുപേരും പാചകം പഠിപ്പിക്കുന്നേ. തീർച്ചയായും വരും. അടുത്ത വിജയദശമി സമയത്ത് നമുക്ക് ദക്ഷിണ വെച്ച് നമ്മൾ തുടങ്ങാല്ലേ? എന്ന് കിട്ടി. പക്ഷെ ആദ്യം തുടക്കം വല്ലേ പഠിപ്പിക്കണം, ചമ്മന്തി അരയ്ക്കാൻ വല്ലേ പഠിപ്പിക്കണം. തീർച്ചയായും നല്ല മണം വരുന്നുണ്ട്. നല്ല മണമുണ്ട്. പക്ഷെ നമ്മൾ നല്ല മണം എന്ന് പറയുമ്പോഴേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഈ ഒരു സ്മെല്ല് കിട്ടുന്നില്ല. പക്ഷേ സംഗതി പൊളിയായിട്ട് നല്ല നല്ല മണമായിട്ടുണ്ട്. ഇനി എന്താ അടുത്ത? ഇനിയിപ്പോൾ ഓഫ് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ ഡ്രോപ്പ് ചെയ്തെടുക്കാം. അല്ല നമ്മൾ എന്തും ഈ പാചകം നല്ല വെന്ത് റെഡിയായി വരുമ്പോൾ ഉണ്ടാവുന്നൊരു മണമുണ്ട്. അത് നമുക്ക് ഒരു അവന് പിടിച്ചങ്ങിടുക. ഞാൻ വിചാരിച്ചേ ഈ ഇല ഇഞ്ഞെടുത്തിട്ട് ഈ തണ്ട് അത് ഇട്ടിട്ട് ഇല ഞാൻ കളയുമെന്ന് വിചാരിക്കും. അത് കുറച്ചുകൂടെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. പച്ച വെളിച്ചെണ്ണ ഇരിക്കാൻ നേരത്ത് നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഫ്ലേവർ കുറച്ചും കൂടെ എഫക്റ്റീവ് ആവും. അപ്പം ഏകദേശം നമ്മുടെ ഈ കാന്താരി കൊണ്ടുള്ള ബീഫ് ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഓക്കെ. അപ്പൊ നമ്മുടെ കാന്താരി ബീഫ് ഏകദേശം റെഡിയായി ഇരിക്കുകയാണ്. ഇനി അവന് നമ്മൾ കഴിച്ചു നോക്കാം ശ്രീകുട്ടി. എന്നിട്ട് നമ്മൾ പറയും എങ്ങനെ ഉണ്ടെന്ന്, കാന്താരി ബീഫ് എങ്ങനെ ഉണ്ടെന്ന്. അങ്ങനെ നമ്മുടെ തിരുവനന്തപുരത്തിന് ഒരു പുതിയ ടേസ്റ്റ് കൂടി നമ്മൾ കൊടുത്തേക്കാണ് അല്ലേ? റൂബിയിൽ വന്നാൽ നമുക്ക് കാന്താരി കൊണ്ടുള്ള ബീഫ് ഉണ്ടാക്കാൻ നമ്മുടെ വിമൽ ഇവിടെ റെഡിയാണ്. കാന്താരി അല്ലയോ? ഈ ചിത്രപ്പണിയുടെ കാര്യത്തിൽ ഇദ്ദേഹം ഭയങ്കര വിദഗ്ധനാണ്. അതാ നേരത്തെ ശ്രീകുട്ടി പറഞ്ഞ കറക്റ്റ് കേട്ടോ. ഇത് പാചകക്കാരൻ ഒരു നല്ല കലാകാരനാണ്. ഞാൻ എന്തൊക്കെയോ കട്ട് ചെയ്ത് വെക്കുവാ. എന്തോ സംഗതി കവി ഉദ്ദേശിക്കുന്നേ? ഓ എന്താ വേണം? അങ്ങനെ തക്കാളി കൊണ്ടുള്ള പുതിയ ഐറ്റം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ശ്രീകുട്ടി നമ്മുടെ കാന്താരി ബീഫ് ഇവിടെ റെഡിയാണ്. ഇത് നമ്മുടെ ഈ വിമലിന്റെ പാചകത്തിന്റെ ഗുണം അറിയണ്ടേ? നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, എനിക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. ഈ കുഞ്ഞു കഷ്ടപ്പെട്ട് കഴിച്ചു നോക്കിയോ വിമലേ? ടേസ്റ്റ് ചെയ്ത് നോക്കൂ. നല്ല ഫ്ലേവേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട് കാന്താരിയുടെ. അയ്യോ സത്യം. സ്പൈസി നമുക്ക് ഗ്രേവി ആയിട്ടും ഡ്രൈ ആയിട്ടും ഏത് ഗ്രേവി ആയിട്ടും ചെയ്യാം. എങ്ങനെയുണ്ട് കാന്താരി ചിക്കൻ? സൂപ്പർ ആയിട്ടുണ്ട്. ഇത് 1.5 കാന്താരി ആയിപ്പോ കേട്ടോ അല്ലേ? അതെ,
അപ്പത്തിന്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതാ അടിപൊളി ടേസ്റ്റ് ആണല്ലേ? എങ്ങനെയുണ്ട് അതൊന്ന് പറഞ്ഞു. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നല്ല ഫ്ലേവേഴ്സ് ഉണ്ട്, നല്ല മണം. ബീഫിന്റെയും ആ കാന്താരിയുടെ ഒക്കെ എസൻസ് കറക്റ്റ് ആയിട്ട് കിട്ടും. എരിവിന്റെ കാര്യം പിന്നെ പറയണ്ട, നല്ല എരിവൊക്കെയാണ്. അപ്പൊ നമ്മുടെ റൂബിയിലെ മെയിൻ നമ്മുടെ സ്വന്തം ഷെഫ് വിമൽ, ആലപ്പുഴക്കാരൻ, ആലപ്പുഴ സ്വന്തം മുത്ത് അല്ലയോ? വിമലിന്റെ അടിപൊളി ഈ കാന്താരി കൊണ്ടുള്ള ബീഫായിരുന്നു നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഇതുപോലെ വ്യത്യസ്തമായ എപ്പിസോഡുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ, ടാറ്റാ.